എല്ലാ സുഹൃത്തുക്കളെയും വീണ്ടും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണം ആഘോഷങ്ങളെക്കുറിച്ചാണ്. ആഘോഷങ്ങൾ നല്ല രീതിയിൽ നടക്കണം, സമാധാനപരമായിരിക്കണം, കുടുംബത്തോടൊപ്പമായിരിക്കണം, അപകടങ്ങൾ ഇല്ലാത്ത ആഘോഷങ്ങളായിരിക്കണം നാം ഓരോരുത്തരും ആസ്വദിക്കേണ്ടത്. പ്രധാനമായി പറയാനുള്ളത്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോട് പറയാറുള്ളത്, നിങ്ങൾ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ പല പ്രോഗ്രാംസും പല ആഘോഷ പരിപാടികളും ക്യാമ്പസിൽ അരങ്ങേറാറുണ്ട്. ആ അരങ്ങേറ്റം ഒരിക്കലും ഒരു രാഷ്ട്രീയമായോ ഗ്രൂപ്പിസമായോ ഉള്ളതായിരിക്കരുത്. എല്ലാവരും സന്തോഷമായി കണ്ടാസ്വദിക്കേണ്ട പ്രോഗ്രാം ആയിരിക്കണം ഇങ്ങനെയുള്ള ആഘോഷവേളകളിൽ നടത്തേണ്ടത്. പ്രധാനമായി പേരൻസ്, മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത്, കഷ്ടിച്ച് ഒരു വർഷത്തിൽ കിട്ടുന്ന 2-3 ദിവസങ്ങളായിരിക്കും പേരൻസും മാതാപിതാക്കൾക്കും ഒന്നിച്ചിരുന്ന് സമയം കിട്ടുന്ന സാഹചര്യം ഈ ദിവസങ്ങളിലേ കിട്ടത്തുള്ളൂ, അതായത് ഓണനാളുകളിൽ. സോ പ്രധാനമായി മാതാപിതാക്കൾ ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങളുമായി സ്വന്തമായി എന്തെങ്കിലും പ്രോഗ്രാം സ്റ്റാർട്ട് ഔട്ട് ചെയ്തു ബന്ധുജനങ്ങളെയോ സുഹൃത്തുക്കളെയോ മറ്റേതെങ്കിലും ടൂറിസ്റ്റ് ഇടങ്ങളിൽ പോകാനോ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ സംഭവിക്കുന്നത്, ഇവരുടെ കൂട്ടുകാരുമായി ചുറ്റിക്കറങ്ങും, വണ്ടികളിൽ പോകും, ദൂരങ്ങളിൽ പോകും. അവരെവിടേക്ക് പോവുക എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. മോസ്റ്റ്ലി കൂടുതൽ അപകട സാധ്യതകൾ ഉണ്ടാകുന്നത് ഈ ആഘോഷ ദിവസങ്ങളിലാകുന്നത്. ഇവർ ആരോടൊപ്പം യാത്ര ചെയ്യുന്നു, ഏത് കാറ്റഗറിയിൽ ഉള്ളവരാണെന്നും മാതാപിതാക്കൾക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. ആകെ പുറത്തു പോകുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞേക്കാം, മക്കളെ സൂക്ഷിച്ചു പോകണം, സുരക്ഷിതമായിരിക്കണം ഒക്കെ പറയുമെങ്കിലും ഇവർ വീടിൻ്റെ പുറത്തു പോയാൽ ഇവർ ഏത് തരത്തിലുള്ള കൂട്ടുകാരുമായാണ് ബന്ധപ്പെടുന്നതെന്ന് മാതാപിതാക്കൾക്ക് ആർക്കും അറിയില്ല. എന്നാൽ ഈ കൂട്ടുകാർ, ഇവർക്കറിയാൻ പറ്റും അവരുടെ സുഹൃത്തുക്കൾ ഏത് തരത്തിലുള്ളവരാണെന്ന്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഡ്രഗ്സ് കഴിക്കുന്നവരോ മദ്യപിക്കുന്നവരാണെങ്കിൽ അവരോടൊപ്പം യാത്ര മൊത്തത്തിന് ഒഴിവാക്കുക. അവരോടൊപ്പം വണ്ടിയിൽ യാത്ര പോയി, മദ്യമാണെങ്കിൽ തന്നെയും ചിലപ്പോൾ കൺട്രോൾ കിട്ടത്തില്ല, സ്പീഡിൽ ഓടിക്കും, എവിടെയെങ്കിലും അപകടത്തിൽപ്പെടും. അത് യാത്ര ചെയ്യുന്ന, ഇപ്പോൾ ബൈക്കിലാണെങ്കിൽ അത് 2 പേരും അതിൽ ഭാഗമാകും. അതുകൊണ്ട് കഴിയുന്നതും അങ്ങനെയുള്ള യാത്രകൾ ഒഴിവാക്കുക. ഈ ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമാണ്. അത് നമ്മൾ സന്തോഷത്തോടെ ആസ്വദിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു അപകടം പറ്റിയാൽ അത് എത്ര വ്യാപ്തിയുള്ള അപകടമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പലപ്പോഴും ജീവൻ നഷ്ടപ്പെടാനുള്ള ചാൻസ് അധികമാണ്. അതുകൊണ്ട് കഴിയുന്നതും അത് ഒഴിവാക്കുക. ഒരിക്കലും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും നാട്ടുകാരെയും കണ്ണീരാഴ്ത്തുന്ന ഒരു പ്രവർത്തനത്തിലും അതിന് ചാൻസ് ഉണ്ടാകുന്ന ഒരു പരിപാടികളിലും ഇടപെടാതിരിക്കുക. കഴിയുന്നതും നിങ്ങളങ്ങനെ ഏതെങ്കിലും പ്രോഗ്രാമിന് പോകണമെങ്കിൽ തന്നെയും കഴിയുന്ന 8 മണിക്ക് മുമ്പായി വീട്ടിലെത്താനുള്ള ഒരു പ്രോഗ്രാമിൽ മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ ഇടപെടാവൂ. പല രീതിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ സുഹൃത്തുക്കളായി നമ്മുടെ ഒപ്പം ഉണ്ടാകുന്നത്. അവർ ഏത് സമയത്ത് എന്താകും നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ മാക്സിമം ഓരോ വ്യക്തികളും അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അവർ ശ്രദ്ധിക്കണം. നീന്തൽ അറിയുന്നില്ലെങ്കിൽ ഒരു സ്ഥലത്തും ഒരു ജലാശയത്തിലും കുളിക്കാൻ ഇറങ്ങാതിരിക്കുക. ഡ്രൈവിംഗ് കംഫോർട്ടായി ചെയ്യാൻ അറിയാത്തവർക്ക് വണ്ടി ഡ്രൈവ് ചെയ്യരുത്. ഒരിക്കലും നാം മറ്റുള്ളവർക്ക് ഒരു ഭാരമായി മാറരുത്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രമാണ്. അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് മാതാപിതാക്കൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നതും അവർക്ക് വേണ്ട
വിദ്യാഭ്യാസം കൊടുക്കുന്നതും. സോ അവരെ ഒരിക്കലും കണ്ണീർ കയത്തിൽ ആഴ്ത്താൻ നിങ്ങളാരും ശ്രമിക്കരുത്. കഴിയുന്നതും ഏറ്റവും പ്രധാനം നിങ്ങൾ സന്തോഷിക്കാനും നിങ്ങൾ സുരക്ഷിതമായിട്ടിരിക്കുന്നത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഈ ഹോളിഡേകളിൽ ഒന്നായി ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാകുകയും നിങ്ങളുടെ യാത്രകളും ഒരുമിച്ചായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ്. അപ്പോൾ കിട്ടുന്ന ആ സമയം, നിങ്ങൾക്ക് ആകെ കിട്ടുന്ന സമയം ഈ 4-5 ദിവസങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തിനോ ജോലിക്കാര്യത്തിനായിട്ട് നിങ്ങൾ മാതാപിതാക്കളും ചെന്ന് അകന്നായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ തന്നെ നിന്ന് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ മാതാപിതാക്കൾ കാണാൻ പറ്റുന്നതിന് ആഫ്റ്റർ 6 o'clock 7 o'clock. അപ്പോൾ നിങ്ങൾ പഠിത്തമായിരിക്കും. പേരൻസിന് അവരുടെ വീട്ടുജോലികൾ കാണും. രാവിലെ ഉണരുന്നു, വീണ്ടും അവർ ജോലി വീണു. അപ്പോൾ ഒരു ഒന്നിച്ച് ചേരാനുള്ള സമയം വളരെ വിരളമാണ്. അതുകൊണ്ട് ഈ കിട്ടുന്ന ഹോളിഡേകൾ നിങ്ങൾ ഒന്നിച്ചിരിക്കുക, ഒന്നിച്ച് ആഘോഷിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അത് വളരെ സമാധാനപരമായിരിക്കും. ആർക്കും ഒരു ടെൻഷനും ഉണ്ടാകില്ല. ഒരിക്കലും നമ്മുടെ ജീവിതം നാം മൂലം പെട്ടെന്ന് അവസാനിപ്പിച്ച് കാലത്തിൻ്റെ ആൾത്തരയിലേക്ക് യാത്ര ചെയ്യാതിരിക്കുക. സ്വർഗവും ഭൂമിയും ഈ ലോകത്ത് തന്നെയാണ്. അതെല്ലാം നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും. ആയതുകൊണ്ട് കഴിയുന്നതും ഈ ആഘോഷങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അപകടങ്ങളില്ലാത്ത യാത്രകൾ ചെയ്ത സന്തോഷമായി ദിവസങ്ങൾ നൽകുക. നല്ലൊരു ഓണ നാളുകളായി തന്നെ ഇതിനൊരു പര്യവസാനം കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഈ ഓണനാളുകളിൽ ഒത്തിരി അപകട മരണങ്ങൾ ഉണ്ടാകും. അതിലൊരിക്കലും നമ്മൾ ഭാഗമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇത് ഒരു ഓണത്തിന് മുമ്പായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഞങ്ങൾ തരുന്നത്. കാരണം വളരെ വളരെ പ്രയാസമേറിയ ദിവസങ്ങളാണ് നമുക്കിപ്പോൾ ഉണ്ടാകുന്നത്. പല അപകടങ്ങൾ നമുക്കറിയാം. ഈ പത്രത്തിലെടുക്കുമ്പോൾ എപ്പോഴും വായിക്കുന്ന അപകട മരണങ്ങൾ മാത്രമാണ്. ഇത് ഏറ്റവും കൂടുതൽ 2 വീലറാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും പറയുന്നു, അപകടങ്ങൾ ഒഴിവാക്കുക. നല്ലൊരു ഓണം ആഘോഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതും കുടുംബത്തിൽ ഇരുന്ന് തന്നെ, പുറത്തു പോകാതെ കുടുംബാംഗങ്ങളോടൊപ്പം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.